ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഇപ്രാവശ്യം നമ്മുടെ ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് നമ്മുടെ കൊണാമി 3 ഫ്രീ കാർഡ് എടുക്കാൻ തന്നായിരുന്നു. ഒരു നമ്മുടെ ഡിബ്രൈൻ, പിന്നെ ഹൗസൻ, പിന്നെ നമ്മുടെ റാഷ്ഫോർഡാണ്. അതിനെന്തായാലും ഞാൻ റാഷ്ഫോർഡിനെ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. മെയിൻലി ഞാൻ റിവ്യൂവിന് വേണ്ടിയിട്ടാണ് ഈ റാഷ്ഫോർഡിനെ എടുത്തിരിക്കുന്നത്. റാഷ്ഫോർഡ് വന്നിരിക്കുന്നത് ആക്സേഷൻ ബൂസ്റ്റ് പറഞ്ഞുള്ള ആ സ്കില്ലായിട്ടാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ പരിപാടി വെച്ചാൽ നമ്മുടെ റാഷ്ഫോർഡിൻ്റെ ഒരു ഗെയിം പ്ലേ റിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് കളിയൊക്കെ റാഷ്ഫോർഡ് വെച്ച് കളിപ്പിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ആൾക്ക് വെച്ച ബെസ്റ്റ് പ്ലെയർ പ്രോഗ്രഷൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത, ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നുമില്ല, ഓട്ടോ കൊടുത്താലും കുഴപ്പമില്ല എന്നേ പറയുള്ളൂ. എങ്കിൽ കൂടിയും കുറച്ചുകൂടി കുഴപ്പമില്ലാത്തൊരു പ്രോഗ്രഷൻ തരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ വേണ്ട ആഡ് സ്കിൽസും കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ഒരു കിടിലൻ ഗെയിം പ്ലേ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം നമ്മുടെ റാഷ്ഫോർഡിൻ്റെ പ്രോഗ്രഷനും കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. റാഷ്ഫോർഡിൻ്റെ അപ്പോൾ കൊടുത്ത പ്രോഗ്രഷൻ പറയുന്നത് 6 ഷൂട്ടിങ്, 3 പാസിങ്, 11 ഡ്രിബിളിങ്, 9 റിക് സ്റ്റാറ്റ്, 9 ലോബോഡ് സ്ട്രെങ്ത് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സാണ് നമ്മുടെ റാഷ്ഫോർഡിന് വന്നിരിക്കുന്നത്. റാഷ്ഫോർഡിൻ്റെ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 28 വയസ്സുള്ള റാഷ്ഫോർഡാണ്. കറൻറ്റ്ലി നമ്മുടെ ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കുന്ന റാഷ്ഫോർഡാണ്. ഇപ്പോൾ റൈറ്റ് ഫുട്ടറാണ്, പ്രൊലിഫിക് വിങ്ങറാണ് കേട്ടോ ആൾ. അപ്പോൾ ആൾ വിങ്ങിൽ എല്ലായിടത്തും കളിക്കും. റൈറ്റ് വിങ്, റൈറ്റ് മിഡ്ഫീൽഡ്, ലെഫ്റ്റ് മിഡ്ഫീൽഡ്, ലെഫ്റ്റ് വിങ് ഫോർവേഡ്, സെൻട്രൽ ഫോർവേഡ് എന്നീ പൊസിഷനിലൊക്കെ ആൾ കളിക്കും. നമുക്കറിയാം പണ്ട് ഇവിടെ റാഷ്ഫോർഡിൻ്റെ ഒരു കിടിലൻ കാർഡ് ഉണ്ടായിരുന്നു നമ്മുടെ പെസ്സിലെ ഏറ്റവും ഡേഞ്ചർ കാർഡ് ഏത് വെച്ചാൽ നമ്മുടെ റാഷ്ഫോർഡ് എന്നായിരുന്നു. ഒറ്റ പേര് റാഷ്ഫോർഡായിരുന്നു. അതിനുശേഷം പിന്നെ ആളുടെ ഒരു ഗ്ലിച്ച് കാർഡ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഈ കാർഡിന് അങ്ങനെ ഒരു ഗ്ലിച്ച് ഉണ്ടാക്കാൻ പറ്റുമോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ബട്ട് ഇതൊരു ഫ്രീ കാർഡാണ്. അന്ന് പേറ്റുവിനിൽ വന്നൊരു കാർഡായിരുന്നു അത് കുറേ പേർക്ക് കിട്ടി. കുറേ പേര് ഓപ്പണിൻ്റെയൊക്കെ വന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആ കാർഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഈ റാഷ്ഫോർഡിന് അതിൻ്റെ ലെഗസി കാത്തുസൂക്ഷിക്കാൻ പറ്റുമോ നോക്കി നോക്കാം. പറ്റില്ല എങ്ങനെ പോലും, കാരണം ഫ്രീ കാർഡ് ആയതുകൊണ്ട് അതിനുള്ള ഒരു കണ്ടാൽ മതി നമ്മൾ. അപ്പോൾ എന്തായാലും ആൾക്ക് വന്നിരിക്കുന്ന പ്ലേയിങ് സ്റ്റൈൽസ് പറയുന്നത് ട്രിക്കിയസ്റ്റർ, സ്പീഡിങ് ബുള്ളറ്റ്, ഇൻവെസി റണ്ണ്, ലോങ് റേഞ്ചർ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് മിന്നൽ പിള്ളർ സാധനം തന്നെ ആയിരിക്കും, കാരണം ആക്സേഷൻ ബൂസ്റ്റ് പറഞ്ഞ സ്കില്ലും വരുന്നുണ്ട്. അപ്പോൾ ആളുടെ ഓവറോൾ റേറ്റിംഗ് വന്നിരിക്കുന്നത് 102 ആണ്. അതിൻ്റെ ഒപ്പം തന്നെ അറ്റാക്കിങ് അവർനെസ് 83, അതുപോലെ തന്നെ ബോൾ കൺട്രോൾ 91, ഡ്രിബിളിങ് 91, ടൈറ്റ് പൊസിഷൻ 85. ഡ്രിബിളിങ് ഏരിയ നമ്മൾ കുറച്ച് പ്രോഗ്രഷൻ കൊടുത്തിരിക്കുകയാണ്. ഡ്രിബിളിങ് കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഡ്രിബിളിങ് ഓക്കെയാണ്, നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഡ്രിബിൾ ചെയ്ത് കയറാൻ പറ്റുന്നതാണ് പ്രതീക്ഷ. അതുപോലെ തന്നെ ലോ പാസ് 70, ലോഫ്റ്റഡ് പാസ് 81, ഫിനിഷിങ് 85 ഉള്ളൂ. നമുക്ക് ഇതിന് 90 മുട്ടിക്കുക. പക്ഷേ നമ്മൾ ഡ്രിബിളിങ്ങും സ്പീഡൊക്കെ ഭയങ്കരമായിട്ട് കുറയ്ക്കേണ്ടി വരും. എങ്കിലും ഇങ്ങനെ കളിക്കുന്ന ഒരു പ്ലെയർ അല്ലേ, 85 ധാരാളം എന്ന് ഞാൻ പറയുള്ളൂ, ഇത് മതി. അതുപോലെ കേള് 82 ഉണ്ട്, സ്പീഡ് 95, ആക്സലേഷൻ 93, കിക്കിംഗ് പവർ 95. കുഴപ്പമില്ല. സ്പീഡ്, ആക്സലേഷൻ, കിക്കിംഗ് പവറാണ് മെയിൻ നമ്മുടെ റാഷ്ഫോർഡ്. അറിയാലോ നമുക്ക്, നക്കിൾ ഷോട്ട് വിദഗ്ധനാണ് ആള്. അതുപോലെ തന്നെ ബാലൻസ് 91, സ്റ്റാമിന 90. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വിംഗറിന് വെച്ച സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ കൂടി കുറച്ചുകൂടി കൊടുക്കായിരുന്നു. ബട്ട് ഇതൊരു ഫ്രീ കാർഡാണ്. അപ്പോൾ അതനുസരിച്ച് നോക്കിയാൽ മതി നമ്മൾ. വീക്ക് ഫുട്ട് യൂസേജ് റയറിലാണ്, വീക്ക് ഫുട്ട് ആക്യുറസി ആയി, ഫോം സ്റ്റാൻഡേർഡ് കുഴപ്പമില്ല, ആ ഏരിയ ഒക്കെ സെറ്റ് തന്നെയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കൊടുത്തിന് ഫാൻറ്റസിയാണ്. ഇത് നിങ്ങൾക്ക് മാറ്റിയിട്ട് സ്ട്രൈക്ക് അസിസ്റ്റൻ്റോ അല്ലെങ്കിൽ ഫ്രീ ടേക്കിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ വെച്ച് കൊടുത്താൽ സ്പീഡ് കൂട്ടി കിട്ടും. കാര്യങ്ങളൊക്കെ ഇത് കൊടുത്താലും മതി. ഓക്കെ, സെറ്റായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ആൾക്ക് വന്നിരിക്കുന്ന സ്കിൽസ് പറയുന്നത് ഡബിൾ ടച്ച്, ഫ്ലിപ്പ് ഫ്ലാപ്പ്, ചൂപ്പ് ടേൺ, സോൾ കൺട്രോൾ, ആക്സേഷൻ ബൂസ്റ്റ്, നക്കിൾ ഷോട്ട്, ഡിപ്പിംഗ് ഷോട്ട്, ലോങ് റേഞ്ച് ഷൂട്ടിംഗ്, ഫസ്റ്റ് ടൈം ഷോട്ട്, പിൻ പോയിന്റ് ക്രോസിംഗ് എന്നീ സ്കിൽസാണ്. അപ്പോൾ ഇതിൽ ഡബിൾ ടച്ച്, ഫ്ലിപ്പ് ഫ്ലാപ്പ് ഒരുപോലെ നിൽക്കണം. അപ്പോൾ നമ്മുടെ മറ്റേ റോൾ ഓവർ പോലത്തെ സ്കില്ലായിരിക്കും വരിക. ഡബിൾ ടച്ച് മറ്റേ ടൈപ്പ് ഡബിൾ ടച്ച് അല്ല, റോൾ ഓവർ വരിക. നെയ്മറൊക്കെ ഇടില്ലേ, അങ്ങനത്തെ സ്കില്ലായിരിക്കും വരിക. ചൂപ്പ് ടേൺ ആണ്. അപ്പോൾ മാർസൽ ടേൺ ആഡ് ചെയ്യേണ്ടതെന്ന് പറയുള്ളൂ, കാരണം അത് രണ്ടും കൂടി മിക്സ് ആയിട്ട് നിങ്ങൾക്ക് കളിക്കുമ്പോൾ ഒരു വൃത്തിയായിട്ട അവസ്ഥയായിരിക്കും. സോൾ കൺട്രോൾ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ആഡ് ചെയ്യേണ്ടത് റേസിംഗ് ഷോട്ട് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഡിപ്പിംഗ് ഷോട്ടും ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ ആഡ് ചെയ്യേണ്ട പറയുള്ളൂ. ഒരു ലോങ് റേറ്റ് കേളർ ആഡ് ചെയ്തോ, ഞാൻ എന്തായാലും ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഔട്ട് സൈഡ് കേളറൊന്ന് ആഡ് ചെയ്തോ. വേറെ എന്തൊക്കെ വേണ്ടി ജസ്റ്റ് താഴെ കമൻറ്റ് കിട്ടോ, ഞാൻ പിന്നീട് ഇടാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ റാഷ്ഫോർഡിന് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ മെയിൻ അക്കൗണ്ട് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഗെയിം പ്ലേക്ക് പോവാം. റോഡ്രിഗോ ഡിക്കടാ. ഓക്കെ, ഡേവിഡ്സ് ആൻഡ് ഇറ്റ്സ് റാഷ്ഫോർഡ്. ഓക്കെ, റാഷ്ഫോർഡാണ്. നമുക്ക് ഉള്ളിലേക്ക് കട്ട് ചെയ്യാം. ഓക്കെ, നൈസ് വൺ റാഷ്ഫോർഡ്. ഓക്കെ, അടുപ്പിച്ച് നോക്കാം. റാഷ്ഫോർഡ്. ശരി, ഇതെന്താണിത്, ഒരുമാതിരി മുകളിൽ കൂടെ പോയല്ലോ. ഫിയോറെ. ഓക്കെ, റാഷ്ഫോർഡിന് കൊടുത്തിട്ടുണ്ട്. റാഷ്ഫോർഡ്. ഓക്കെ, ഡബിൾ ടച്ച് ഇടാം. എടാ ലാസ്റ്റിക്കൊക്കെ വരുന്നേ, അതാ വീണ്ടും അടുപ്പിച്ച് നോക്കാം. റാഷ്ഫോർഡ്. എടാ ഇതെന്ത് പറയേ, ആൻഡ് ഇറ്റ്സ് റാഷ്ഫോർഡ്. ഫേക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അടുപ്പിച്ച് നോക്കാം. റാഷ്ഫോർഡ്. സൈഡിൽ കൂടെ പോയടാ. സിൽവസ്റ്റർ ടു റാഷ്ഫോർഡിന് കിട്ടിയിട്ടുണ്ട്. റാഷ്ഫോർഡാണ്. ഡബിൾ ടച്ച് ഇടാം. എടാ ഈ ലാസ്റ്റിക്കോനോട്ട് തോറ്റുമല്ലോ. ഓക്കെ, അടുപ്പിച്ച് നോക്കാം. റാഷ്ഫോർഡ്. എടാ ലാസ്റ്റിക്കോ വരികടാ. ഡേവിഡ്സ് ആൻഡ് റാഷ്ഫോർഡ് അഗെയിൻ. ഓക്കെ, റാഷ്ഫോർഡാണ് കേട്ടോ. ഫേക്ക് ഇട്ടിട്ടുണ്ട്. നൈസ് വൺ റാഷ്ഫോർഡ്. ഓക്കെ, ഉള്ളി കട്ട് ചെയ്ത് കയറിയുണ്ട്. റാഷ്ഫോർഡാണ്. ഓക്കെ, ഡബിൾ ടച്ച് ഇടാം. ഓക്കെ, റാഷ്ഫോർഡ്. ബോളിൽ കൂടെ തന്നെ പോയി വീണ്ടും. എടുക്കും മുത്ത സിൽവസ്റ്റർ. ഓക്കെ, നൈസ് വൺ ആൻഡ് ഇറ്റ്സ് റാഷ്ഫോർഡ് അഗെയിൻ.
റാഷ്ഫോർഡാണ്. ഓക്കെ റാഷ്ഫോർഡ് നൈസ് റൺ. ഓക്കെ റാഷ്ഫോർഡ് അടുപ്പിച്ചോക്കാം. റാഷ്ഫോർഡ് ലെറ്റ്സ് ഗോ. അപ്പോൾ റാഷ്ഫോർഡ് ഫസ്റ്റത്തെ ഗോൾ അടിച്ചിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഒരു കിടില റണ്ണായിരുന്നു. സ്പീഡ് അല്ലയിലുണ്ട് കേട്ടോ. ആക്സിലേഷൻ ബൂസ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് മുന്നിൽ കയറി കഴിഞ്ഞാൽ ആൾ പെടച്ച് പോയിക്കും. സെലിബ്രേഷൻ ഐക്കൺ സെലിബ്രേഷൻ തന്നെയാണ് ആളുടെ. അപ്പോൾ നൈസാണ്, കുഴപ്പമില്ല, സ്പീഡൊക്കെ ഉണ്ട്. ഓക്കെ റൂമിനിങ് ആൻഡ് ഇറ്റ്സ് റൊണാൾഡോ. ഓക്കെ റാഷ്ഫോർഡ് ഉണ്ട് കേട്ടോ, നമുക്ക് ഇട്ട് കൊടുക്കാം. റാഷ്ഫോർഡ് ഫേക്ക് ഇട്ടുണ്ട്, അടുപ്പിച്ച് നോക്കാം. റാഷ്ഫോർഡ് എൻ്റെ മോനെ കിടില കിക്ക് പവർ കിടിലായിട്ട് തന്നെ സാധനം വല തുളക്കുന്നുണ്ട്. പൊളി പൊളി ഇടുക്ക് മുത്തേ റാഷ്ഫോർഡ്. ഓക്കെ ഉള്ളിൽ കട്ട് ചെയ്യാം. നൈസ് വൺ. ആരവിടെ പോയി? എന്ത് രണ്ടര അടിച്ചുകൊണ്ടില്ല അവിടെ. റാഷ്ഫോർഡാണ്. ഓക്കെ ഇവനോട് നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ നൈസ് വൺ. ഓക്കെ അടുപ്പിച്ച് നോക്കാം. റാഷ്ഫോർഡ് എടാ സേവ് ട്രാ. നൈസ് ട്രൈ ആയിരുന്നു കേട്ടോ. ഇതിലെ സേവ് ആയത്. ഇടുക്ക് ഡേവിഡ്സ് ആൻഡ് റാഷ്ഫോർഡ് മേക്കിംഗ് എ റൺ. ഡാഷ് അടിപ്പിക്കാം. റാഷ്ഫോർഡ്. ഓക്കെ കെനവേറ പോയിന്റ് അവിടെ. ഓക്കെ റാഷ്ഫോർഡാണ്. ഡ്രിബിൾ ചെയ്യാം. ഓക്കെ നൈസ് വൺ. അടുപ്പിച്ച് നോക്കാം. റാഷ്ഫോർഡ് എടാ എടാ എന്താ പെനാൽറ്റി അല്ലേ? അതെ പെനാൽറ്റിയാണ് ഗൈസ്, പെനാൽറ്റിയാണ്. എന്തായാലും പെനാൽറ്റി ഇട്ടിട്ടുണ്ട്, പക്ഷെ പുറത്തേക്ക് അടിച്ച്. നമുക്കെന്തായാലും പെനാൽറ്റി റാഷ്ഫോർഡിനോട്ട് തന്നെ അടിപ്പിക്കാം. റൊണാൾഡോ ആണ് അണ്ണനെ മാറ്റാൻ നമുക്ക്. റാഷ്ഫോർഡ് 83 ഉള്ളൂ കേട്ടോ ടേക്കിങ്. പെനാൽറ്റി സ്പെഷ്യലിസ്റ്റ് ഒന്നുമല്ല. നമുക്കെന്തായാലും ആരാണെങ്കിലും റൈറ്റ് കോർണർക്ക് വിട്ടുണ്ട്. ആരാണെങ്കിലും അടിച്ച് കഴിഞ്ഞാൽ ചാടിയില്ലെങ്കിൽ കയറും. PC ഒക്കെയാണ് പിന്നെ നോക്കണ്ടുള്ളൂ. സോ എന്തായാലും രണ്ടാമത്തെ ഗോളും അടിച്ചിട്ടുണ്ട് നമ്മുടെ റാഷ്ഫോർഡ്. റൊണാൾഡോ റാഷ്ഫോർഡ് ടേൺ എടുക്കുമത്തെ. ഓക്കെ നൈസ് വൺ. റാഷ്ഫോർഡ് ഉള്ളിൽ കട്ട് ചെയ്യാം. നൈസ് വൺ. റാഷ്ഫോർഡ് അടുപ്പിച്ച് നോക്കാം. റാഷ്ഫോർഡ് സൈഡിൽ കൂടെ പോയടാ റാഷ്ഫോർഡ്. ഓക്കെ ട്യൂബ് ടേൺ ആൻഡ് അടുപ്പിച്ച് നോക്കാം. റാഷ്ഫോർഡ് എൻ്റെ മോനെ വിഷയം ഗോള് ഗൈസ്. സംഭവം ഒരു രക്ഷയില്ല. ട്യൂബ് ടേൺ നമ്മൾ ടൈമിന് ഇട്ട് കഴിഞ്ഞാൽ പെടയാണ്. റാഷ്ഫോർഡ് ഡബിൾ ടച്ച് ഇട്. ഓക്കെ നൈസ് വൺ. റോൾ ഓവർ. ഒരേ റോൾ ഓവർ കൊടുക്കാം. ഓക്കെ റാഷ്ഫോർഡ് അടുപ്പിച്ച് നോക്കാം. റാഷ്ഫോർഡ് എടാ ടിപ്പിങ് ഇറങ്ങണുണ്ടോ നിങ്ങൾ? ഒരു രക്ഷയില്ല കേട്ടോ. കിടിലൻ ഗോളുകൾ അടിക്കുന്നുണ്ട്. ഡേവിഡ്സ് ആൻഡ് ഇറ്റ്സ് റാഷ്ഫോർഡ്. ടേൺ എടുക്കാം. നൈസ് വൺ. റാഷ്ഫോർഡ് ആൻഡ് റാഷ്ഫോർഡാണ്. റോൾ ഓവർ കൊടുക്കാം. റോൾ ഓവർ നൈസ് വൺ. ഓക്കെ ഒരു റോൾ ഓവർ കൊടുക്കാം. ചൂട്ടേണ ഒന്ന് പക്ഷേ അടുപ്പിച്ച് നോക്കാം. റാഷ്ഫോർഡ് എടാ മിസ്സായടാ. സ്റ്റെഫനോ ഫെവേറെ. ഓക്കെ ഡബിൾ ടച്ച് ഇടാം. കൊടുത്തു നോക്കാം. റാഷ്ഫോർഡിന് അടുപ്പിച്ച് നോക്കാം. റാഷ്ഫോർഡ്. ഓക്കെ നൈസ് ഗോൾ. അഗെയിൻ റാഷ്ഫോർഡ് സ്കോർ ചെയ്തിരിക്കാം കേട്ടോ. നല്ല ഡ്രിബിൾ ഉണ്ട് ഗൈസ്. റെഡ് ചെയ്ത് റൂമി. ഓക്കെ നൈസ്. റൊണാൾഡോ ആൻഡ് ഇറ്റ്സ് റാഷ്ഫോർഡ്. കട്ട് ചെയ്ത് ഉള്ളിൽ കയറാം. നൈസ് വൺ. റാഷ്ഫോർഡ് എടാ എൻ്റെ പൊന്നാളെ കിടില ബാലൻസ് കേളിയിക്കാം. എൻ്റെ പൊന്നെ ചങ്ങായി ബാലൻസ് നോക്കറാ. ഉള്ളിൽ കൂടെ ഡ്രിബിൾ ചെയ്തോ നോക്ക്. ഒരു രക്ഷയില്ല. റാഷ്ഫോർഡ് മേക്കിംഗ് എ റൺ. റോൾ ഓവർ ഈ അലാസ്റ്റിക് റോൾ ഓവറൊക്കെ മിക്സ് ആവുന്നുണ്ട്. ഒന്നുകൂടി കൊടുക്കുക. റോൾ ഓവർ നൈസ് വൺ ആൻഡ് അടുപ്പിച്ചൊക്കെ റാഷ്ഫോർഡ്. എൻ്റെ പൊന്നളിയാ സീരിട്ടോ. ഇവിടെ ഫസ്റ്റത്തെ കളി കളിപ്പിക്കും കുറച്ച് മോശം ഉണ്ടായിരുന്നു, പക്ഷേ അവസാനം ആകുമ്പോഴേക്കും നല്ല കിടിലൻ കളി കളിക്കുന്നുണ്ട് മൂപ്പര്. ഓക്കെ നൈസ് ബോൾ ടു റാഷ്ഫോർഡ്. ഓക്കെ ഉള്ളിക്ക് കട്ട് ചെയ്യാം. നൈസ് വൺ. ഓക്കെ അടുപ്പിച്ചൊക്കെ റാഷ്ഫോർഡ് എടാ ബാറ് റൂമി അടിച്ച എടാ അതും ബാറ് എന്താണത്? ഡൊയ്ഫ് ഒപ്പമയാങ് റാഷ്ഫോർഡിന് കൊടുക്കാം. റാഷ്ഫോർഡ് ഫേക്ക് ഇട്ടിട്ട് അടുപ്പിച്ചൊക്കെ റാഷ്ഫോർഡ്. അടി ടിപ്പിങ് ഉള്ളതുകൊണ്ട് തന്നെ നൈസാണ് കേട്ടോ. ഇതൊക്കെ എടുക്കടാ. ഓക്കെ എടുത്തിട്ടുണ്ട് ആൻഡ് ഇറ്റ്സ് റാഷ്ഫോർഡ്. കട്ട് ചെയ്ത് ഉള്ളിൽ കയറാം. മിസ്സായടാ ചേ. ഓക്കെ നമ്മൾ വീണ്ടും എടുത്തിട്ടുണ്ട്. ഡേവിഡ്സ് ആൻഡ് ഇറ്റ്സ് റൈക്കാർഡ്. ഓക്കെ റാഷ്ഫോർഡിന് കൊടുക്കാം. ഓക്കെ ഫേക്ക് ഇടാം. അടുപ്പിച്ച് നോക്കാം. റാഷ്ഫോർഡ് അഗെയിൻ സെയിം സ്പോട്ടിൽ തന്നെ അടി വന്നറാ. റൊണാൾഡോ റാഷ്ഫോർഡ്. ഓക്കെ ഫേക്ക് ഇട്ടുണ്ട്. ഒന്നുകൂടി ഫേക്ക് ഇടാം. ഓക്കെ അടുപ്പിച്ച് നോക്കാം. റാഷ്ഫോർഡ് സേവ്. അടി നല്ല പവറാണ് കേട്ടോ മൂപ്പരുടെ. റാഷ്ഫോർഡ് അഗെയിൻ. ഓക്കെ ലെഫ്റ്റ് കട്ട് ചെയ്യാം. നൈസ് വൺ. നൈസ് റാഷ്ഫോർഡ്. കട്ട് ചെയ്ത് ഉള്ളിൽ കയറാം. നൈസ് വൺ. റാഷ്ഫോർഡ് എടാ. ഓക്കെ റൊണാൾഡോ റാഷ്ഫോർഡിന് കൊടുക്കാം. ഓക്കെ ഡബിൾ ടച്ച് ഇടാം. റാഷ്ഫോർഡ് അഗെയിൻ സേവ്. ഡിപ്പിങ് ഷോട്ട് വരുന്നുണ്ടോ നിങ്ങൾ? കുറേ വരുന്നുണ്ട്. റൊണാൾഡോ ആൻഡ് റാഷ്ഫോർഡ്. ടേൺ എടുക്കാം. ഓക്കെ ഉള്ളിക്ക് ടേൺ എടുക്കാം നമുക്ക്. ഓക്കെ നൈസ് വൺ. റാഷ്ഫോർഡ് റോൾ ഓവർ കൊടുക്കാം. നൈസ് വൺ. റാഷ്ഫോർഡ്. ഓക്കെ ലെറ്റ്സ് ഗോ. ഏതാ ഡ്രിബിള് മോനെ. ആക്സിലേഷൻ ബൂസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ചങ്ങായി സീനാണ് കേട്ടോ. സ്പീഡ് വെച്ചാൽ അപാര സ്പീഡാണ്. ഒരു രക്ഷയില്ല. നല്ല സ്പീഡുണ്ട് വിങ്ങിൽ. മിന്നലാണ് കണ്ടോ. ആ ആക്സിലേഷൻ ബൂസ്റ്റ് കണ്ടോ നിങ്ങൾ? അവിടുന്ന് റോൾ ഓവർ ഇട്ടു. നൈസായിട്ട് കേളും. കിടിലൻ ഗോള്. ഡേവിഡ്സ് ടു റാഷ്ഫോർഡിന് വെച്ചിട്ടുണ്ട്. റാഷ്ഫോർഡ് ഉള്ളിൽ കൂടെ നമുക്ക് കയറി പോവാം. ഓക്കെ നൈസ് വൺ. റാഷ്ഫോർഡ് അടുപ്പിച്ചൊക്കെ. റാഷ്ഫോർഡ് എടാ ടാർഗറ്റിക്ക് വരുന്നില്ല എടാ. 85 ഫിനിഷുള്ള പ്രശ്നം. സിൽവസ്റ്റർ റാഷ്ഫോർഡ്. ഓക്കെ ഉള്ളിൽ കട്ട് ചെയ്യാം. നൈസ് വൺ. റാഷ്ഫോർഡ് ഒന്ന് വലിക്കാം. നൈസ് വൺ. റാഷ്ഫോർഡ്. ഓക്കെ കട്ട് ചെയ്ത് ഉള്ളിൽ കയറാം. നൈസ് വൺ. റോൾ ഓവർ കൊടുക്കാം. ഓക്കെ റാഷ്ഫോർഡ് എടാ
അതിനകത്തൊക്കെ അടിച്ച് റൊണാൾഡോ വേണ്ടി അത് അടിച്ചാൽ അപ്പുറത്തി പിടിച്ചറ പുറത്തേക്ക് മാനമ്പാടി വിട്ടിട്ടുണ്ട്. അത് നോക്കി നോക്ക് റൊണാൾഡോ ആൻഡ് ഇറ്റ്സ് റാഷ്ഫോർഡ്. നമുക്ക് എന്തായാലും പുറത്തേക്ക് കൂടെ കട്ട് ചെയ്ത് ഉള്ളിലേക്ക് വരാം. ഓക്കെ ചൂപ്പ് ടേൺ, നൈസ് വൺ, നൈസ് ഡ്രിബിൾ. ഓക്കെ ഒരു ഫേക്ക് ഇടാം, നൈസ് വൺ. എടാ പെനാൾട്ടി. ഓക്കെ പെനാൾട്ടി ഇട്ടിട്ട് കേട്ടോ, നൈസായിട്ട് ആ ഫേക്ക് ഇട്ടിട്ട് അവിടേക്കും ടാക്കിൾ ചെയ്തോനെ. അപ്പോഴേക്കും എന്തായാലും ഫ്രീ പെനാൾട്ടി കിട്ടി. നമുക്ക് എന്തായാലും റാഷ്ഫോർഡിനോട് തന്നെ ഇപ്രാവശ്യം അടുപ്പിക്കാം. റൊണാൾഡോ മാറ്, എൻ്റെ സ്ഥാനം പോയി. റാഷ്ഫോർഡിന് കൊടുക്കുക. എന്തായാലും നമുക്ക് റൈറ്റിക്ക് തന്നെ അടിക്കാം. സെൻറ്ററിലേക്ക് ഒന്നും വെക്കണ്ട, നമുക്ക് റൈറ്റിക്ക് കൊടുക്കാം. ഇപ്രാവശ്യം റൈറ്റിക്ക് കൊടുത്തിട്ടുണ്ട്. എടാ പറി റാഷ്ഫോർഡ്, റൊണാൾഡോ. റാഷ്ഫോർഡിൻ്റെ തിരിച്ച് വയ്ക്കാം, നൈസ് വൺ റാഷ്ഫോർഡ്. ഓക്കെ ഫേക്ക് ഇട്ടിട്ടുണ്ട്, നൈസ്. ഓക്കെ റാഷ്ഫോർഡാണ്. ഓക്കെ റോൾ ഓവർ കൊടുക്കാം, ടേൺ എടുക്കാം ഗൈസ്, നൈസ് വൺ. റാഷ്ഫോർഡ് റോൾ ഓവർ കൊടുത്തിട്ടുണ്ട്, അടുപ്പിച്ചൊക്കെ റാഷ്ഫോർഡ്. എടാ സേവ് ഇവിടെ വീണ്ടും ഒരു പിടുത്തം വന്നു ലാസ്റ്റ് ആയപ്പോൾ, എന്താ അറിയില്ല. റൈക്കാർഡ് റാഷ്ഫോർഡിന് വെച്ചിട്ടുണ്ട്. ഓക്കെ ഫേക്ക് ഇടാം, ഓക്കെ നൈസ് വൺ റാഷ്ഫോർഡ്. ഡബിൾ ടച്ച് ഇടാം, ഓക്കെ അടുപ്പിച്ചൊക്കെ റാഷ്ഫോർഡ് എഗെയിൻ. ആ ഡിപ്പിങ് നല്ല രീതിയിൽ തന്നെ അവിടെ എഫക്റ്റീവായിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. നല്ല കിക്കിംഗ് പവർ ഉണ്ട്, ഒരു രക്ഷയില്ല.